ഇപ്പൊ കാണുന്നില്ലേ? നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് മലയാളത്തിലെ വ്യാകരണത്തിലെ സമാസം എന്നുള്ള ഭാഗമാണ്. സമാസം കേൾക്കുന്നില്ലേ? അപ്പൊ സമാസം എന്ന് പറഞ്ഞാല് ഒന്നിലധികം പദങ്ങൾ ചേർന്നിട്ട് ഒരു പുതിയ പദം രൂപപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് സമാസം എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ വാക്കുകൾ ചേർന്നിട്ട് ഒരു പുതിയ വാക്ക്, ഒന്നിൽ കൂടുതൽ പദങ്ങൾ ചേർന്ന് ഒരു പുതിയ പദം രൂപപ്പെടുമ്പോൾ ആ ഒരു പ്രക്രിയക്കാണ് ശരിക്കും നമ്മൾ സമാസം എന്ന് പറയാം. മലയാളത്തിലെ സമാസം എന്നാല് അതിൽ എന്തുണ്ടായിരിക്കും? ഒന്നിലധികം പദങ്ങളുണ്ടായിരിക്കും. ആ ഒന്നിലധികം പദങ്ങൾ ചേർന്നിട്ട് അവിടെ ഒരു പുതിയ പദം ഉണ്ടാവും. അങ്ങനെ ആ രൂപപ്പെടുന്ന പുതിയ പദം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പുതിയ പദം രൂപപ്പെടുന്നതിനെയാണ് നമ്മൾ സമാസം, ആ ഒരു പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സമാസം എന്ന് പറയാം. അത്തരത്തിലുള്ള വാക്കുകൾ സമാസ പദങ്ങൾ അല്ലെങ്കിൽ ആ പ്രക്രിയ സമാസം എന്നൊക്കെ പറയും. അപ്പൊ അതിൽ എന്തുണ്ടാവും? ഒരൊറ്റ പദമല്ല ഉണ്ടായിരിക്കുക, അതില് രണ്ടോ അതിലധികമോ എങ്ങനെ പോയാലും ഒന്നിലധികം പദങ്ങൾ അതിലുണ്ടായിരിക്കും. ക്ലിയർ ആണോ? അപ്പോ ഒന്നിലധികം പദങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് സമാസത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം. ഒരു പദം കൊണ്ട് രൂപപ്പെടുന്ന ഒരു വാക്കല്ല ഇത് സമാസം എന്നുള്ളത്. അല്ലെങ്കിൽ സമാസം എന്നുള്ള പ്രക്രിയ ഒറ്റ പദം ചേർന്നുണ്ടാവുന്നതല്ല. ഒറ്റ പദത്തിന്റെ കൂടെ ഒന്നോ അതിലധികമോ പദങ്ങൾ പുതിയതായിട്ട് കൂടി ചേരുമ്പോഴാണ് സമാസം ഉണ്ടാവുക. ഇനി അങ്ങനെ രൂപപ്പെടുന്ന നമ്മുടെ സമാസത്തിലൂടെ രൂപപ്പെടുന്ന ആ പുതിയ പദത്തിന് സമസ്ത പദം എന്നാണ് പറയുക. അങ്ങനെ സമാസത്തിലൂടെ ഒരു പുതിയ വാക്ക് ഉണ്ടാവുമല്ലോ, രണ്ടോ അതിലധികമോ ഒക്കെ വാക്ക് കൂടിച്ചേർന്നിട്ട് ഒരു പുതിയ വാക്ക് ഉണ്ടാവുമ്പോ ആ പുതിയ വാക്കിനെ സമസ്ത പദം എന്നാണ് പറയാ. എന്താ പറയാ? സമസ്ത പദം. ഒന്നോ അതിലധികമോ വാക്ക് കൂടിച്ചേർന്നിട്ട് സമാസം എന്നുള്ള പ്രക്രിയയിൽ കൂടെ ഒരു പുതിയ വാക്ക് ഉണ്ടാവുമ്പോൾ ആ വാക്കിനെയാണ് സമസ്ത പദം എന്ന് പറയാ. സമസ്ത പദം. ഇനി ഈ സമസ്ത പദത്തിനെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന പുതിയ വാക്കിനെ നമ്മൾക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് ഞാൻ ആദ്യം രണ്ടായിട്ട് ഏതൊക്കെ വാക്കായിട്ടാണ് ഡിവൈഡ് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് പൂർവ്വപദം, ഒന്ന് ഉത്തരപദമാണ്. ഇതെന്താന്ന് സംശയം തോന്നുന്നു. അപ്പൊ നമുക്ക് രണ്ട് ഉദാഹരണത്തിൽ കൂടെ പറയാം. അതാദ്യം പറഞ്ഞിട്ട് കഴിഞ്ഞ സ്ലൈഡിലേക്ക് ഒന്നുകൂടെ പോവാം. അപ്പൊ പദങ്ങളെ തമ്മിൽ യോജിപ്പിക്കാനാണ് സമാസം ഉപയോഗിക്കുക. അതിലെന്തുണ്ടാവും? രണ്ടോ അതിലധികമോ പദങ്ങൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിലൊരു ഉദാഹരണം നോക്കിയാൽ അറിയാം. എന്താ ഞാനിവിടെ എഴുതിയിട്ടുള്ള ഉദാഹരണം? അപ്പൊ അതിൽ രണ്ട് വാക്കുകളുണ്ട്. കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടാക്കി പിരിച്ചു കഴിഞ്ഞാൽ മഞ്ഞ പ്ലസ് കിളി, അതാണ് എന്ത്? മഞ്ഞക്കിളി എന്നുള്ള ഒരൊറ്റ പദം. അപ്പൊ അത് രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ട് എന്തായതാണ്? ഒരൊറ്റ പദമായിട്ട് മാറിയതാണ് അല്ലേ? അപ്പൊ മഞ്ഞക്കിളി എന്നുള്ളൊരു വാക്കില് മഞ്ഞ എന്നുള്ളത് അതിലെ ആദ്യത്തെ വാക്കാണ്. അപ്പൊ ആദ്യത്തിനാണ് നമ്മൾ പൂർവ പിതാമഹർ എന്നൊക്കെ പറയില്ലേ, പൂർവകാലം എന്നൊക്കെ പറയുമല്ലോ. അപ്പോ നമ്മൾ സമാസത്തിലെ ആദ്യത്തെ വാക്കിനെ പൂർവപദമെന്നും രണ്ടാമത് ആ സമാസത്തിൽ ഉണ്ടാവുന്ന വാക്കിനെ ഉത്തരപദമെന്നുമാണ് പറയുക. അപ്പൊ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പൊ മഞ്ഞക്കിളി എന്നുള്ള ഒരു ഒറ്റ വാക്ക് എഴുതുമ്പോൾ മഞ്ഞക്കിളി എന്നുള്ള വാക്കിലെ ആദ്യത്തെ വാക്ക് ഏതാണ്? മഞ്ഞ. അപ്പോ അത് അതിന്റെ പൂർവം അല്ലെങ്കിൽ ആദ്യത്തേത്, മുൻപത്തേത് എന്നൊക്കെ പറയുമ്പോൾ പൂർവപദം, മഞ്ഞക്കിളിയിലെ പൂർവപദം ഏതാണ്? മഞ്ഞയാണ്. അതിന്റെ ഉത്തരപദം അല്ലെങ്കിൽ രണ്ടാമത്തെ പോർഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗമാണ് ഏത്? മഞ്ഞക്കിളിയിലെ കിളി. അപ്പൊ അത് അതിന്റെ ഉത്തരപദമാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഏത്? ഒരു സമസ്ത പദത്തില് പുതിയതായിട്ട് രൂപപ്പെടുന്ന രണ്ട് പദങ്ങൾ ചേർന്ന് പുതിയതായിട്ട് രൂപപ്പെടുന്ന ആ സമസ്ത പദത്തിൽ എന്തുണ്ടാവും? ഒരു പൂർവപദവും ഒരു ഉത്തരപദവും ഉണ്ടാവും. അപ്പൊ പൂർവപദം എന്താന്ന് നമ്മൾ ഉദാഹരണത്തിൽ കൂടെ പറഞ്ഞു. എന്താ പൂർവപദം? സമാസത്തില് നമ്മൾ എഴുതുന്ന രണ്ട് വാക്കുകൾ ചേർത്ത് അല്ലെങ്കിൽ യോജിപ്പിച്ച് എഴുതുന്ന വാക്കിലെ ആദ്യത്തെ വാക്ക് പൂർവപദം, രണ്ടാമത്തെ അതിന്റെ ഭാഗം അല്ലെങ്കിൽ രണ്ടാമത്തെ പോർഷൻ അതിന്റെ ഉത്തരപദം. ഇപ്പൊ ഈ പൂർവപദം ഉത്തരപദം എന്താണെന്ന് ക്ലിയർ ആണോ? പൂർവം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി. എന്ത്? ആദ്യത്തേത്. പൂർവ്വ പിതാമഹർ എന്നൊക്കെ പറയുന്ന ഒരു ഉദാഹരണം ആലോചിച്ചാൽ മതി. പൂർവികർ എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ ഒരു വാക്കില്
രണ്ടോ അതിലധികമോ വാക്കുകൾ യോജിപ്പിച്ച് എഴുതുന്നതാണ് സമാസം എന്ന് പറഞ്ഞു. ആ സമാസത്തിൽ ആദ്യം വരുന്ന അല്ലെങ്കിൽ പൂർവമായിട്ട് വരുന്ന ഫസ്റ്റ് വരുന്ന വാക്കിനെ പൂർവപദമെന്നും രണ്ടാമത് വരുന്ന അതിന്റെ ഭാഗത്തിന് ആ ഭാഗത്ത് ഉത്തരപദമെന്നും രണ്ടും കൂടെ ചേരുമ്പോൾ സമാസത്തിൽ ആ വാക്കിനെ സമസ്ത പദമെന്നും പറയും. അപ്പോൾ സമാസത്തിന് പൂർണ്ണമായിട്ട് ആ വാക്കിനെ എന്താണ് നമ്മൾ പറയുക? സമസ്തപദം. സമസ്തപദം. അതിന്റെ രണ്ട് ഭാഗങ്ങൾ വേറെ വേറെ എടുത്ത് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ആദ്യത്തെ ഭാഗം അല്ലെങ്കിൽ ആദ്യത്തെ പദം പൂർവപദം, ഉത്തരപദം. നമ്മൾ നേരത്തെ ഉദാഹരണം ഇപ്പൊ ക്ലിയർ ആണല്ലോ? ആ പൂർവ്വപദം എന്നുള്ള വാക്കും അതിന്റെ ഉദാഹരണവും പറഞ്ഞപ്പോ കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ നോക്കാം. എന്നിട്ട് അത് ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട സമാസത്തിലാ പെടുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങള്. രാജപുത്രി കേട്ടിട്ടുണ്ടല്ലോ വാക്ക്. ഇത് രണ്ട് പദങ്ങൾ കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്ന ഒരു പുതിയ വാക്കാണ് അല്ലെ? അതെ. അതേപോലെ നീലാകാശം, നീലയായ ആകാശം എന്നാണ് ഇത് നമ്മളെ പിരിക്കുമ്പോൾ വരിക. പിന്നെ രാജാവിന്റെ പുത്രി, ഇവിടെ നീലത്താമര, നീലത്തിൽ നീല നിറത്തിൽ അല്ലെങ്കിൽ നീലയായ താമര. പിന്നെ ഇവിടെ എന്താണ് അടുത്തത് ഉദാഹരണം? ആനത്തല, ആനയുടെ തല, കിളിപ്പാട്ട് അല്ലെ, കിളിയുടെ പാട്ട്. ആനത്തലയും കിളിപ്പാട്ടും എന്താണ്? ഉടേ എന്നുള്ള പ്രത്യയാണ് അതിന്റെ ഉള്ളിൽ വരിക. നമ്മൾക്കത് പുറത്ത് കാണുന്നില്ല എന്നേ ഉള്ളൂ. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഈ സമാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല, കാണുന്ന രീതിയിൽ പ്രത്യയങ്ങളെ എഴുതില്ല. അതായത് എന്റെ ഉടയെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. അത് കൂടി ചേർന്ന് അങ്ങോട്ട് പുതിയ വാക്കായി മാറുകയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ക്ലിയർ ആണോ? അപ്പൊ നീല നിറത്തിലുള്ള താമരാന്ന് എഴുതുന്നതിന് പകരം നീല നിറത്തിൽ ഉള്ളാന്നോ ഉണ്ടെന്നോ ഉടയെന്നോ ഉണ്ടേന്നൊന്നും നമ്മൾ എഴുതാതെ അതങ്ങോട്ട് മായ്ച്ചു കളഞ്ഞ് എഴുതുന്നത് പോലെ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ ഒരു ഒറ്റ വാക്കാക്കിയിട്ട് യോജിപ്പിച്ചിട്ടുള്ളത് സമാസത്തില്. ക്ലിയർ ആണോ? നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ അച്ഛൻ അമ്മമാർ, ഇതെന്താണ്? കൂട്ടിച്ചേർത്ത് പറയുന്ന ഒന്നാണ്. ഈ അച്ഛൻ അമ്മ രണ്ടും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഈ വാക്ക് സമസ്ത പദം അല്ലെങ്കിൽ എന്താണ് സമാസത്തിന് ഉദാഹരണമാണ്. ഇപ്പൊ കിളിപ്പാട്ടായാലും ആനത്തലയൊക്കെ ആയാലും ഇവിടെ ഒക്കെ എന്തുണ്ട്? രണ്ട് വാക്കുകളുണ്ടോ? ഇല്ലേ? ക്ലിയർ അല്ലേ പറയുന്നത്? മനസ്സിലാവുന്നില്ലേ? അപ്പോ ഇതിലൊക്കെ തന്നെ രണ്ട് വാക്കുകൾ ഉണ്ടെങ്കിലും അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൂട്ടി യോജിപ്പിക്കാൻ എന്തില്ല, ഇടയിൽ ഒരു വാക്ക് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഉള്ളിലൊക്കെ ഇപ്പോ ഈ ആനത്തല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആനയുടെ എന്നുള്ള ഇതിൽ എഴുതി ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. അതാണ് ഇതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു പ്രത്യയം പോലെ നമുക്ക് കാണാൻ കഴിയും, പക്ഷെ ഇതിൽ എഴുതുന്നില്ല എന്നാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എഴുതുമ്പോൾ ഇൻ അറ്റ് എന്നൊക്കെ എഴുതുന്ന പോലെ ആണ് ഇത് മലയാളത്തിൽ വരുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്തത് രാമലക്ഷ്മണന്മാർ. അപ്പൊ നോക്കൂ, രാമനും ലക്ഷ്മണനും ഇവരെ കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്ത് പറയാറ്? രാമലക്ഷ്മണന്മാർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ട്? രണ്ട് വാക്കുണ്ട് അല്ലെ? ലക്ഷ്മണനും ഉണ്ട്, രാമനും, രണ്ട് വാക്കുകളില്ലേ? അപ്പൊ രാമനും ലക്ഷ്മണനും എന്ന് നമ്മൾ എഴുതാതെ അതിനെ കൂട്ടിച്ചേർത്ത് നമ്മൾ ഒരൊറ്റ പദം അല്ലെങ്കിൽ സമസ്ത പദമാക്കി മാറ്റുമ്പോൾ അവിടെ സമാസം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ സമാസം എന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അപ്പൊ ഇത് രാമലക്ഷ്മണന്മാർ എന്ന് എഴുതുമ്പോൾ അത് എന്താവും? ഒരു സമസ്ത പദമായിട്ട് മാറും അല്ലേ? അതെ. ഇതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. സമാസത്തിന്റെ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. സമാസം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ പദങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഒരു പുതിയ പദം അല്ലെങ്കിൽ ഒരൊറ്റ പദമാക്കുന്നതിനെയാണ് പറയുക. പിന്നീട് പ്രത്യക്ഷത്തിൽ നമുക്ക് അതിൽ എന്ത് കാണാൻ പറ്റില്ല? എന്റേന്നോ ഉടേന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യക്ഷമായിട്ട് പ്രത്യയങ്ങളെ എടുത്തു കാണാൻ പറ്റില്ല. പിന്നെ അതിലെ ആദ്യത്തെ വാക്കിനെ, അങ്ങനെ രൂപപ്പെടുന്ന ആ വാക്കിന്റെ പൂർണ്ണമായിട്ട് നമ്മൾ സമസ്തപദം എന്ന് പറയും. ആ സമസ്തപദത്തിലെ ആദ്യത്തെ വാക്കിനെ എന്ത് പറയുന്ന പറഞ്ഞത്? പൂർവപദം. ആദ്യത്തെ വാക്ക് പൂർവം. രണ്ടാമത്തത് വരുന്ന അതിന്റെ രണ്ടാമത്തെ പോർഷനിൽ വരുന്ന വാക്കിനെ എന്താ നമ്മൾ പറയാ? ഉത്തരപദം. ഇനി സമാസങ്ങൾ 4 തരത്തിലുണ്ട്. സമാസങ്ങളിലെ ഏറ്റവും ആദ്യത്തേത് അവ്യയീഭാവ സമാസമാണ്. ഇത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അപരിചിതത്വം തോന്നും. ഇത് സംസ്കൃതത്തിനോട് ബന്ധമുള്ള ഒരു സമാസ രൂപമാണ്.
സംസ്കൃതത്തിനോട് ബന്ധമുള്ള ഒരു സമാസ രൂപമാണിത്. അതാണ് ഇതിന്റെ പേര് തന്നെ അവ്യയീഭാവ സമാസം എന്നാണ്. അപ്പൊ ഈ സംസ്കൃതത്തിനോട് ബന്ധമുള്ള ഇതില് പൂർവ്വപദത്തിനാണ് പ്രാധാന്യം. ആ പൂർവ്വപദം എന്തായിരിക്കും? അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ വാക്ക് സംസ്കൃതമായിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതായത് പൂർവ്വപദം എന്ന് പറഞ്ഞ ഒരു സമാസത്തിലൂടെ രൂപപ്പെടുന്ന ഒരു സമസ്തപദത്തിന്റെ ആദ്യത്തെ ഭാഗമാണെന്ന് പറഞ്ഞു. ആ പൂർവ്വപദത്തിൽ നമ്മൾ എഴുതുന്ന അതിന്റെ ആദ്യത്തെ പോർഷൻ, ആ പദത്തിന്റെ ആദ്യത്തെ ഭാഗം എന്തായിരിക്കും? സംസ്കൃതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമായിരിക്കും. അപ്പൊ ഈ അവ്യയീഭാവ സമാസം സമാസത്തിലെ ഒരു ടൈപ്പ് സമാസമാണ്. അതിലെ ആദ്യത്തെ വാക്ക് അല്ലെങ്കിൽ പൂർവ്വപദം, ആദ്യ പദം സംസ്കൃതപദമായിരിക്കും. ഉദാഹരണങ്ങൾ നോക്കിയാൽ നമുക്കറിയാം. ഇപ്പൊ അനുദിനം ഒരു ഉദാഹരണമാണ്. യഥാവിധി, പ്രതിദിനം, പ്രതിവർഷം, ദുർവിധി, നിരർത്ഥകം, സസ്നേഹം, സദയം, സജീവം, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ യഥാവിധി എന്ന് നമുക്കൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, യഥാവിധി, യഥാ തഥ എന്നൊക്കെ പറയുന്നത് എന്താണ്? സംസ്കൃത വാക്കുകളാണ് അല്ലെ? പിന്നെ പ്രതിദിനം, പ്രതിദിനം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും, പ്രതിവർഷം ഓരോ വർഷവും, ദുർവിധി എന്നൊക്കെ പറയുന്ന ഈ ദുർന്ന് വെച്ചിട്ടുള്ള വാക്കുകളൊക്കെ എന്താണ്? സംസ്കൃതത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്. നിരർത്ഥകം എന്ന് നമ്മൾ പറയാറുണ്ട്. നിരർത്ഥകം എന്ന് പറഞ്ഞാൽ ഈ നീ വെച്ചിട്ട് വരുന്ന വാക്കുകളും സംസ്കൃതത്തിനോട് ബന്ധമുള്ളതാണ്. പിന്നെ അതേപോലെ സദയം, ദയയോട് കൂടിയ എന്നാണ് അത് ശരിക്കും മലയാളം വരുമ്പോ വരിക. പക്ഷെ ഈ സ എന്ന് വെച്ച് തുടങ്ങുന്ന വാക്കുകളൊക്കെ സജീവം, സസ്നേഹം, സ്നേഹത്തോടെ എന്നൊക്കെ പറയുന്ന യഥാ തഥ നിർ ദുർ അനു ഇങ്ങനത്തെ വാക്കുകളിലാണ് അത് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ, ആ സമസ്തപദം തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത് ഏതിലാണ് വരിക? അവ്യയീഭാവ സമാസം. അവ്യയീഭാവ സമാസം. സമാസത്തിന്റെ 4 വിധത്തിലെ ആദ്യത്തേതാണ് അവ്യയീഭാവ സമാസം. അവ്യയം എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്താണ്? സംസ്കൃതവുമായിട്ട് ചിലവർ ബന്ധം നമുക്ക് തോന്നാറുണ്ട്. അപ്പോ അതിൽ ആദ്യത്തെ പദത്തിന്, പൂർവ്വപദത്തിന് ആയിരിക്കും പ്രാധാന്യം. പൂർവ്വപദം എന്നാല് ആദ്യത്തെ പദം. ആ ആദ്യത്തെ പദം ഒരു സമസ്തപദത്തിന്റെ ഏറ്റവും ആദ്യത്തെ പദം എന്നാണ് നമ്മൾ പറഞ്ഞത്. സമസ്തപദം എന്നാൽ എന്താ പറഞ്ഞത്? സമസ്തപദം പൂർവ്വപദവും ഉത്തരപദവും കൂടി ചേർന്നിട്ടാണ് സമാസം എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ പൂർവ്വപദവും ഉത്തരപദവും ചേർന്നുണ്ടാവുന്ന പുതിയ വാക്കിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത് സമസ്തപദം എന്ന് പറയുന്നത്. അത് പൂർണ്ണമായി നിളക്കല അർത്ഥത്തില് സമസ്തപദം. അപ്പൊ അതിലെ പൂർവ്വപദത്തിന്, ആദ്യത്തെ പദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വാക്കുകള് അവ്യയീഭാവ സമാസത്തിൽ വരും. അതൊരു സംസ്കൃതമായിരിക്കും. സംസ്കൃതത്തിനായിട്ട് ബന്ധമല്ല. അതിന്റെ ആദ്യത്തെ ഭാഗം തന്നെ കംപ്ലീറ്റ് എന്തായിരിക്കും? സംസ്കൃത വാക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ഉദാഹരണം നോക്കി. അനുദിനം, സദയം, യഥാവിധി, തഥേഷ്ടം, പ്രതിദിനം, പ്രതിവർഷം, ദുർവിധി, നിരർത്ഥകം. അപ്പൊ ഇത് നോക്കിയാൽ മതി. യഥാ, തഥ, നിർ, ദുർ, അനു ഈ വാക്കുകളൊക്കെ എന്താണ്? സംസ്കൃതത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ സംസ്കൃതത്തിലുള്ളതാണ്. അപ്പോ അവ്യയീഭാവ സമാസത്തില് പൂർണ്ണമായിട്ടും അതിന്റെ പൂർവ്വപദം എന്തായിരിക്കും? ഏത് ഭാഷയിലുള്ളതായിരിക്കും? സംസ്കൃതത്തിലുള്ളതായിരിക്കും. സംസ്കൃതം. ഇനി ഈ അവ്യയീഭാവ സമാസത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഒന്നില്ലെങ്കിൽ ഇങ്ങനെയാണ് വരിക. മറ്റൊരു സാധ്യത എന്നുള്ളത്, അവ്യയീഭാവ സമാസം ചിലപ്പോൾ ക്രിയാവിശേഷണമായിരിക്കും. അപ്പൊ അതിൽ ഞാൻ അടിയിലൊരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. സസ്നേഹം സംസാരിച്ചു. അപ്പൊ അതിൽ സംസാരിക്കുക എന്നുള്ളത് എന്താണ്? ഒരാളുടെ ക്രിയ അല്ലെങ്കിൽ എന്താണ്? പ്രവൃത്തിയാണ് അല്ലെ? സംസാരിക്കുക അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന പോലെ ഇപ്പോ സബ്ജക്ട് വെർബ് ഒബ്ജക്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഈ സംസാരിച്ചു എന്നുള്ളതാണ് ഇയാൾ ചെയ്ത കാര്യം. അപ്പൊ അയാൾ എങ്ങനെ സംസാരിച്ചു? സ്നേഹത്തോടെ. അപ്പൊ ഒരാള് ചെയ്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ അവ്യയീഭാവം ഉപയോഗിക്കണം. സസ്നേഹം സംസാരിച്ചു, നിരർത്ഥകമായി നിന്നു. എങ്ങനെയാ നിന്നത്? നിരർത്ഥകമായി അല്ലെ? ക്ലിയറാണോ? അപ്പോ ഒരാള് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒരാളുടെ ഏതെങ്കിലും ഒരു ക്രിയയെ അയാൾ എങ്ങനെ നിന്നുവെന്നോ എങ്ങനെ ഇരുന്നുവെന്നോ എങ്ങനെ പെരുമാറി എന്നൊക്കെ പറയാൻ, ആ ക്രിയ എങ്ങനെയായിരുന്നു എന്ന് വിശേഷിപ്പിക്കാൻ കൂടി നമ്മൾ എന്തുപയോഗിക്കും? സാധാരണയായിട്ട് സംസ്കൃതത്തിന്റെ കൂടെയാണ് വരിക. ഇത്തരത്തില് സെന്റൻസുകളുടെ കൂടെയും ക്രിയാവിശേഷണങ്ങളുടെ കൂടെയും ചില അവസരങ്ങളിൽ
ഇങ്ങനെ വരാറുണ്ട്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ ഈ സസ്നേഹം സംസാരിച്ചു, അല്ലെങ്കിൽ നിരർത്ഥകമായി നിന്നു, ദുർവിധി നടപ്പിലായി എന്നൊക്കെ പറയില്ലേ നമ്മള്. എന്താണ് നടപ്പിലായത് എന്ന് ചോദിച്ചാൽ ദുർവിധി. അപ്പൊ ആ ദുർവിധി എന്താണ്? അതിലെ ദുർ എന്നുള്ളത് സംസ്കൃതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതും ഏതിൽ പെട്ടു? ഏത് സമാസത്തിലാണ്? അവ്യയീഭാവ അവ്യയീഭാവ സമാസത്തിന്റെ രണ്ട് സാധ്യതകളാണ് നമ്മൾ കണ്ടത്. ഒന്ന് യഥാ തഥാ നിർദുർ അനു എന്ന് പറയുന്ന ഭാഗങ്ങള്, മറ്റൊന്ന് ക്രിയാവിശേഷണങ്ങൾ, വ്യക്തികളുടെ പ്രവൃത്തിയുടെ ക്രിയകളുടെ വിശേഷണങ്ങൾ കൂടി ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ് സർ. ഇനി രണ്ടാമത്തെ സമാസം എന്ന് പറയുന്നത് തൽപുരുഷ എന്നും പറയാറുണ്ട്, തത്പുരുഷ എന്നും പറയാറുണ്ട്. തൽപുരുഷ സമാസമാണ്. ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞത് അവ്യയീഭാവ സമാസത്തില് പൂർവ്വപദത്തിനായിരുന്നു പ്രാധാന്യം. ഇതിൽ ഉത്തരപദത്തിനാണ് പ്രാധാന്യം. ഉത്തരപദത്തിന് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്. പൂച്ചയുടെ വാൽ, ദിവ്യ പുരുഷൻ, തെങ്ങിൽ കയറ്റം, ആനത്തല എന്നൊക്കെ കുറച്ച് ഉദാഹരണം എഴുതിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ വ്യക്തമായിട്ട് നോക്കാം. അടുത്ത സ്ലൈഡിൽ ഞാൻ ക്ലിയർ ആക്കി തരാം. തൽപുരുഷ സമാസത്തില് ഒരു ഉദാഹരണം ഭാരതരാജ്യം. അപ്പോ ഇതിന് ഏത് തത്പുരുഷത്തിലാണ് വരുന്നതെന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ഭാരതരാജ്യം എന്നുള്ള ഈ ഒരു ഉദാഹരണം, ഭാരതം എന്ന രാജ്യം അല്ലെ, ഭാരതരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാരതം എന്നുള്ള നടുക്കിൽ എന്തുകൂടെ ആഡ് ചെയ്യും? ഏത് രാജ്യം എന്ന് വെച്ചാൽ ഭാരതം എന്ന രാജ്യം. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. അപ്പോ എന്നുള്ള അപ്പൊ അടുത്ത ഓപ്ഷൻ കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. സരസ്വതി ദേവി എന്ന് എഴുതുമ്പോ ഏത് ദേവി? സരസ്വതി എന്ന ദേവി. അപ്പോ ഇത്തരത്തിലുള്ള ഈ തത്പുരുഷ സമാസത്തിലെ ഒരു കാറ്റഗറൈസേഷനും കൂടെ വരുമ്പോ അത് തത്പുരുഷ സമാസത്തിലെ നിർദ്ദേശിക തത്പുരുഷം എന്നാണ് ഇതിനെ പറയാം. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. തത്പുരുഷ സമാസത്തില് അവ്യയീഭാവ സമാസം പോലെയല്ല, അതിനെ ഒന്നുകൂടെ നമ്മൾ തരംതിരിക്കും. അതിലെ എന്നുള്ള ഒരു പ്രത്യയം ഉള്ളിൽ ചേർന്ന് വരുന്നതിനെ നിർദ്ദേശിക തത്പുരുഷം എന്നാണ് പറയാ. ഭാരതം എന്ന രാജ്യം, സരസ്വതി എന്ന ദേവി എന്നൊക്കെ പറയുന്ന പോലെ അതിന്റെ ഉള്ളില് എന്നുള്ളൊന്ന് വരുമ്പോഴാണ് നിർദ്ദേശിക തത്പുരുഷം. ഏതായിരുന്നു? നിർദ്ദേശിക ഇത് തത്പുരുഷ സമാസത്തില് നമ്മൾ പറഞ്ഞ പോലെ ഉത്തരപദത്തിനാണ് പ്രാധാന്യം. അപ്പോ ഉത്തരപദത്തിൽ തന്നെ നിർദ്ദേശിക തത്പുരുഷം എന്നുള്ള, അല്ലെങ്കിൽ തത്പുരുഷ സമാസത്തില് നിർദ്ദേശിക തത്പുരുഷം എന്നുള്ള ഒരു തരംതിരിവ് കൂടെ വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ രണ്ട് ഉദാഹരണം എഴുതിയത്. ഇപ്പൊ ഭാരതം എന്ന രാജ്യം, അതേപോലെ സരസ്വതി എന്ന ദേവി. ഇത് ക്ലിയർ ആണോ? നിർദ്ദേശിക തത്പുരുഷം. തത്പുരുഷത്തിലെ ഉത്തരപദത്തിനാണ് പ്രാധാന്യം. അവ്യയീഭാവ സമാസത്തിൽ ഏതിനായിരുന്നു? പൂർവ്വപദത്തിന് അല്ലെങ്കിൽ ആദ്യത്തെ പദത്തിന്, ആ സംസ്കൃത പദത്തിന് ക്രിയാവിശേഷണങ്ങളൊക്കെ ആയിരുന്നു പ്രാധാന്യം. ഇവിടെ അതിനല്ല, ഇതിന്റെ ഉത്തരപദത്തിനാണ് പ്രാധാന്യം വരുന്നത്. ഇനി തത്പുരുഷ സമാസത്തിൽ തന്നെ രണ്ടാമത് വരുന്നത് ദേശസ്നേഹം. ഈ ഉദാഹരണം നോക്കൂ. ദേശസ്നേഹം നമ്മൾ പിരിച്ചെഴുതുമ്പോൾ, അല്ലെങ്കിൽ ദേശസ്നേഹം എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ദേശത്തോടുള്ള സ്നേഹം എന്നല്ലേ ശരിക്കും വരിക മലയാളത്തിൽ തിരിച്ചെഴുതി കഴിഞ്ഞാൽ. അതെ. അപ്പോ ഇവിടെ വരുന്നത് എന്താണ്? ദേശത്തോട്. ഇതിനെ നമുക്ക് സംയോജിക തത്പുരുഷൻ എന്നാണ് പറയുക. തത്പുരുഷ സമാസത്തില് ആദ്യം പറഞ്ഞത് എന്നുള്ളതാണ്, അതിൽ നിർദ്ദേശികയായിരുന്നു. ഇവിടെ ഇപ്പൊ ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ ദേശത്തോട് ഉള്ള അല്ലെ, ദേശത്തോടുള്ള സ്നേഹം. അപ്പൊ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോട് എന്ന് പറയുമ്പോൾ വരുന്നത് സംയോജിക തത്പുരുഷനാണ്. ഇനി രണ്ടാമത്തെ നോക്കൂ, ഭാഷാസ്നേഹം. ഭാഷയോടുള്ള എന്താണ്? സ്നേഹം. ഇവിടെ എന്ത് വന്നു? ഭാഷയോട് അല്ലെ, വന്നില്ലേ? ഭാഷയോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ സംയോജിക തത്പുരുഷൻ, തത്പുരുഷ സമാസത്തിലെ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള, എഗെയിൻ ഒന്നും കൂടെ നമ്മൾ കാറ്റഗറി ചെയ്യുമ്പോൾ അതിലെ സംയോജിക തത്പുരുഷനാണ് വരിക. ആദ്യത്തേതിൽ ഏതായിരുന്നു? നിർദ്ദേശിക തത്പുരുഷനായിരുന്നു അല്ലെ. ഭാരതം എന്ന രാജ്യം, സരസ്വതി എന്ന ദേവി എന്നൊക്കെ നമ്മൾ അവിടെയാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇതിലൊരു ഉദാഹരണം കൂടെ എഴുതിയിട്ടുണ്ട്. ആഹാരക്കൊതി, ആഹാരത്തോട് ഉള്ള കൊതി അല്ലെ.
അവിടെ എന്താണ് വന്നത്? ഓടുള്ള, ആഹാരത്തോടുള്ള കൊതി അല്ലെ? ക്ലിയർ ആണോ? അതെ. ഇവിടെയും ഈ മൂന്ന് ഉദാഹരണം നോക്കിയാൽ അറിയാം. ദേശത്തോടുള്ള സ്നേഹം, ഭാഷയോടുള്ള സ്നേഹം, ആഹാരത്തോടുള്ള കൊതി എന്നൊക്കെയാണെങ്കിലും ഓട് എന്നുള്ളൊരു പ്രത്യേകതയുടെ ഉള്ളിൽ കാണുന്നുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് കാണില്ല എന്നുള്ളത്. അതാണ് ഈ ഇതിന്റെ തന്നെ മൊത്തത്തിലുള്ള സമാസത്തിന്റെ തന്നെ എല്ലാ സമാസങ്ങളുടെയും മൊത്തത്തിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് പുറമേക്ക് നമുക്ക് ഇന്റെ ഉടെ ഒന്നും ഓട് എന്നും നമുക്ക് കാണാൻ പറ്റില്ല. രണ്ടാമത്തേത് ഓട് ദേശത്തോട്, ഭാഷയോട്, ആഹാരത്തോട്, സംയോജിക തത്പുരുഷൻ. ആദ്യത്തേത് നിർദ്ദേശിക തത്പുരുഷൻ. ക്ലിയർ ആണോ? ഇനി ഈ തത്പുരുഷ സമാസത്തിൽ തന്നെ ഒരു തരംതിരിവ് കൂടെ വരുന്നുണ്ട്. അത് എന്ന് പറയുന്ന രണ്ടെണ്ണാണ്. ഉദാഹരണം നോക്കിയാൽ അറിയാം. ഗുരുദക്ഷിണ, ഗുരുവിനുള്ള ദക്ഷിണയാണ് ഏത്? ഗുരുദക്ഷിണ. ഗുരുവിന് ന് ആർക്ക് എന്ന് ചോദിച്ചാൽ ഗുരുവിന്. ക്ലിയർ ആണോ? ന് ഗുരുവിന് അല്ലെ? അടുത്ത ഉദാഹരണം ഞാൻ എഴുതിയിട്ടുണ്ട്. മനഃശാന്തി, മനസ്സിന് ശാന്തി അല്ലെ? ന് വീണ്ടും വന്നു മനസ്സിന് ശാന്തി. ഇനി എലി വിഷം, ആർക്ക്? എലിക്ക് വിഷം. ഇത് കുറച്ചും കൂടെ തത്പുരുഷൻ നമുക്ക് തെറ്റാതെ പഠിക്കാനൊരു എളുപ്പമാണ്. കാരണം ഉദ്ദേശിക തത്പുരുഷൻ ആരെ ഉദ്ദേശിച്ചാണോ. ഇപ്പൊ ഇവിടെ ഗുരുവിന് ദക്ഷിണ, ന് ആരാ ഉദ്ദേശമാണ്? ഗുരുവിനെ ഉദ്ദേശം. അപ്പൊ ഗുരുവിന് ന് ഗുരുവിന് ദക്ഷിണ. അതേപോലെ മനസ്സിന് ശാന്തി, എലിക്ക് വിഷം. ഇതൊക്കെ ഉദ്ദേശിക തത്പുരുഷനിലാണ് വരിക. തത്പുരുഷ സമാസത്തിലെ നിർദ്ദേശിക നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സംയോജിക പറഞ്ഞു. സംയോജികയിലാണ് ഓട് എന്നുള്ളത് പറഞ്ഞത്. മൂന്നാമത്തേത് ക്ലിയർ ആണോ? ഗുരുവിന് ദക്ഷിണ, മനസ്സിന് ശാന്തി, എലിക്ക് വിഷം എന്നൊക്കെയാണ് ഇതിന്റെ ഉദാഹരണം പറഞ്ഞത്. ഉദ്ദേശിക തത്പുരുഷനാണ് ഇത്. ഏതാണ്? ഉദ്ദേശിക തത്പുരുഷൻ. ഒന്നുകൂടെ തത്പുരുഷ സമാസം പറയാം. തത്പുരുഷ സമാസത്തില് എന്തിനായിരുന്നു പ്രാധാന്യം എന്ന് പറഞ്ഞത്? പൂർവ്വപദത്തിനാണോ? അല്ല, ഉത്തരപദത്തിനാണ്. അതിനെ വീണ്ടും നമ്മൾ തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതില് നിർദ്ദേശിക തത്പുരുഷമാണോ എന്ന് പറഞ്ഞത്. ഭാരതം എന്ന രാജ്യം, സരസ്വതി എന്ന ദേവി, അതിലിപ്പോ നമ്മൾ ഇന്ത്യ എന്നായാലും ഇന്ത്യ എന്ന രാജ്യം ഒക്കെ വരുമ്പോ ഈ എന്ന എന്നുള്ളത് വരുന്ന സമയത്ത് അത് ഏതിലാണ് പെടുക? തത്പുരുഷ സമാസത്തിലെ നിർദ്ദേശിക തത്പുരുഷത്തിലാണ് വരിക. ഇനി നമ്മൾ പറഞ്ഞത് സംയോജിക തത്പുരുഷനാണ്. അത് ദേശത്തോടുള്ള, ഭാഷയോടുള്ള, ആഹാരത്തോടുള്ള എന്നൊക്കെ പറയുമ്പോൾ സംയോജിക തത്പുരുഷൻ. തത്പുരുഷ സമാസത്തിലെ സംയോജിക എന്തായിരുന്നു? സംയോജിക തത്പുരുഷൻ. ഇനി നമ്മൾ മൂന്നാമത്തെ പറയുന്നത് ഉദ്ദേശിക തത്പുരുഷൻ. ഗുരുദക്ഷിണ, ഗുരുവിന് ദക്ഷിണ, മനസ്സിന് ശാന്തി, എലിക്ക് വിഷം. ഇത് ഉദ്ദേശിക. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇതിൽ ഒരെണ്ണം കൂടി വരുന്നത് അമ്മയാൽ, അതുകൊണ്ട് അമ്മയാൽ എന്ന് പറയുന്നത്. അതേപോലെ ഒരു ഉദാഹരണം നോക്കാം. പ്രകാശപൂർണം, പ്രകാശത്താൽ പൂർണ്ണമായത് എന്നാണ് ശരിക്കും പ്രകാശപൂർണം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഒരു ഉദാഹരണം ഇതിൽ കൊണ്ടാണ്. ഇരുമ്പ് പെട്ടി, ഇരുമ്പ് കൊണ്ടുള്ള പെട്ടിയാണ് എന്ത്? ഇരുമ്പ് പെട്ടി. നെയ്യഭിഷേകം, നെയ്യാൽ, ആൽ കണ്ടോ അവിടെ? നെയ്യാൽ. ക്ലിയർ അല്ലേ? നെയ്യാൽ അഭിഷേകം. ക്ലിയർ ആണോ? അപ്പൊ പ്രയോജിക തത്പുരുഷനിലാണ് ഇത് വരിക. നിർദ്ദേശിക തത്പുരുഷൻ പറഞ്ഞു, സംയോജിക തത്പുരുഷൻ പറഞ്ഞു, പിന്നെ ഉദ്ദേശിക തത്പുരുഷൻ പറഞ്ഞു. പിന്നെ നമ്മൾ നാലാമത് പറയുന്നത് തത്പുരുഷ സമാസത്തിലെ പ്രയോജിക. പ്രകാശത്താൽ പൂർണ്ണം. നക്ഷത്ര പൂർണ്ണം എന്നൊക്കെ പറഞ്ഞാൽ നക്ഷത്രങ്ങളാൽ പൂർണ്ണം. ക്ലിയർ ആണോ? ഇരുമ്പ് പെട്ടി, ഇരുമ്പ് കൊണ്ടുള്ള പെട്ടി. മൺകലം, മണ്ണുകൊണ്ടുള്ള കലം. നെയ്യഭിഷേകം, നെയ്യാൽ അഭിഷേകം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ആൽ
കൊണ്ട് വർഷം വരുന്നത്. ക്ലിയർ അല്ലേ? പ്രകാശപൂർണം, ഇരുമ്പ് പെട്ടി, നെയ്യഭിഷേകം, മൺകലം, നമുക്ക് ഉദാഹരണങ്ങളായിട്ട് പറയാം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, സംബന്ധിക തൽപുരുഷൻ. ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. സംബന്ധിക തൽപുരുഷൻ, ഇതില് ഉണ്ടേ ഉടേ എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ആനത്തല, ആനയുടെ തല. ഉദാഹരണം കോഴിയുടെ മുട്ട. അടുത്തത് ഗുരുവിന്റെ കടാക്ഷം. അടുത്തത് രാമന്റെ രാമന്റെ പത്നി. പുലിയുടെ വാല്. കുയിലിന്റെ പാട്. ഇതിലൊക്കെ എന്താണ്? സംബന്ധിക സംബന്ധിക തൽപുരുഷൻ. ഉണ്ടേ എന്നുള്ള അതാണ് വന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഇതിൽ ഒന്നുകൂടെ ഉള്ളത്, ഏറ്റവും കൂടുതലുള്ളത് ഈ തൽപുരുഷനിലാണ് കൂടുതൽ വീണ്ടും വീണ്ടും വിഭജനം വരുന്നത്. ഇൽ കൽ ആ രണ്ട് പ്രത്യയങ്ങളാണ് വരുന്നത്. ഇത് ആധാരിക തൽപുരുഷനാണ്. തലവേദന, തലയിൽ എന്താണ് വേദന അല്ലേ? വിശ്വാസം, ഈശ്വരനിൽ വിശ്വാസം. ഈശ്വരനിൽ വിശ്വാസം എന്നുള്ളതാണ് എന്ത്? ഈശ്വര വിശ്വാസം. ഈശ്വരനിൽ ഇൽ കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. ഈശ്വരനിൽ, തലയിൽ വേദന, തലയിൽ. ആധാരിക തൽപുരുഷൻ എന്നാണ് ഇതിൽ വരുന്നത്. ക്ലിയർ ആണോ? തൽപുരുഷ സമാസത്തില് കുറെ കാറ്റഗറികൾ നമ്മൾ പറഞ്ഞു. ഒന്നുകൂടെ പറയാം. സംബന്ധിക തൽപുരുഷൻ ഒന്നുകൂടെ പറയാം. ആനയുടെ തല, കോഴിയുടെ മുട്ട, ഗുരുവിന്റെ കടാക്ഷം, രാമന്റെ പത്നി, അമ്മ വീട് എന്ന് നമ്മൾ പറയില്ലേ? അപ്പോ അത് ഏത് വരും? അമ്മയുടെ അല്ലെ? ഉടേ. ഞാൻ അതിന്റെ ഉദാഹരണം എഴുതിയില്ല, അധികം ഉണ്ടേ വെച്ച് എഴുതിയത് കൊണ്ടാണ് പറഞ്ഞത്. അമ്മ വീട് എന്നുള്ളത് അമ്മയുടെ വീട്. അപ്പൊ അതും സംബന്ധിക തൽപുരുഷനിലാണ് പെടുക. പിന്നീട് ഇത് ക്ലിയർ ആണോ? സംബന്ധിക തൽപുരുഷൻ ഈ പ്രയോജിക തൽപുരുഷൻ നമ്മൾ പറഞ്ഞത് അത് അപ്പോ ആൽ, പ്രകാശത്താൽ പൂർണ്ണം, ഇരുമ്പ് കൊണ്ടുള്ള പെട്ടി, നെയ്യഭിഷേകം എന്ന് പറയുമ്പോൾ നെയ്യാൽ അഭിഷേകം, മണ്ണുകൊണ്ടുള്ള കലം, മൺകലം എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രയോജിക തൽപുരുഷൻ. പിന്നീട് ക ന എന്ന് പറയുന്ന ഗുരുവിന് ദക്ഷിണ, ഗുരുദക്ഷിണ, മനസ്സിന് ശാന്തി, മനഃശാന്തി, എലിക്ക് വിഷം, എലി വിഷം. ഉദ്ദേശിക തത്പുരുഷൻ ഏതായിരുന്നു? ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിക്ക് ഉദ്ദേശിക തത്പുരുഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി നമുക്ക് മറ്റൊരു സമാസം, തത്പുരുഷ സമാസം കഴിഞ്ഞു. ഇനി അടുത്തത് ദ്വന്ദ്വ സമാസമാണ്. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഞാൻ എഴുതിയിട്ടുണ്ട്. ദ്വന്ദ്വ സങ്കല്പം എന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒന്ന്, ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ രണ്ട് അല്ലെ? ദ്വന്ദ്വ സമാസത്തില് പൂർവ്വപദം ഉണ്ടായിരിക്കും, ഉത്തരപദം ഉണ്ടായിരിക്കും. അതിന് രണ്ടിനും എന്തായിരിക്കും? ഒരേ പ്രാധാന്യമായിരിക്കും ഉണ്ടായിരിക്കുക. ഒന്നില് നമ്മൾ പറഞ്ഞ പോലെ ഇതിൽ അവ്യയഭാവത്തില് പൂർവ്വപദത്തിനായിരുന്നെങ്കിൽ നമ്മള് തത്പുരുഷ സമാസത്തിൽ എന്തിനായിരുന്നു? ഉത്തരപദത്തിനായിരുന്നു. പക്ഷെ ദ്വന്ദ്വ സമാസത്തില് പൂർണ്ണമായിട്ട് രണ്ടിനും ഒരേ പ്രാധാന്യം ഉണ്ടായിരിക്കും. പൂർവ്വപദവും പ്രധാനം തന്നെയാണ്, ഉത്തരപദം എന്താണ് ദ്വന്ദ്വ സമാസത്തില്? പ്രാധാന്യമുണ്ട്. പ്രാധാന്യം. അപ്പൊ ഒരു ഉദാഹരണം, മാതാപിതാക്കൾ. ഇത് മാതാവ് പിതാവ് നമ്മൾ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് എഴുതിയപ്പോ ഇതൊരു സമാസമായി, അല്ലെങ്കിൽ ഒരു സമസ്ത പദമായി. അതിന് രണ്ടിനും എന്തുണ്ട്? ഒരേ പ്രാധാന്യമല്ലേ? സുഖദുഃഖങ്ങൾ, സുഖം പ്ലസ് ദുഃഖം ചേർന്നാണ് സമസ്തവതായിട്ടുള്ള സുഖദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ എന്താണ്? രണ്ടിനും, ദുഃഖങ്ങൾ എന്നുള്ളതിനും സുഖം എന്നുള്ളതിനും എന്താണ്? ഒരേ പ്രാധാന്യമാണ്. ഗുരു ശിഷ്യ ബന്ധം എന്നൊക്കെ പറയുന്നത് എഴുതുമ്പോൾ നമ്മൾ ഗുരു എന്നുള്ളതിനും ശിഷ്യ എന്നുള്ളതിനും എന്താണ്? ഒരേപോലെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പൂർവ്വപദമായിട്ടുള്ള ഗുരുവിനും ഉത്തരപദമായിട്ടുള്ള ശിഷ്യനും എന്താണ്? ഒരേ പ്രാധാന്യല്ലേ? അതേപോലെ കൈകാലുകൾ, കാലുകൾ അതിന്റെ ഏതാണ്? ഏത് ഭാഗമാണ് വരിക? കാലുകൾ പൂർവ്വപദാണോ ഉത്തരപദാണോ? ഉത്തരപദം. ഉത്തരപദം. കൈ പൂർവ്വപദം. രണ്ടിനും എന്താണ്? ഒരുപോലെയാണ് പ്രാധാന്യം.
അല്ലേ? അതെ, രണ്ടുപേരെ. ദ്വിഗു സമാസത്തിൽ അതാണ് പ്രത്യേകത. രണ്ട് പദങ്ങൾ ഉണ്ടായിരിക്കും, പൂർവ്വപദവും ഉത്തരപദവും എല്ലാത്തിന്റെയും പോലെ ഉണ്ടായിരിക്കും. പക്ഷെ രണ്ടിനും ഒന്നിനേക്കാൾ പ്രാധാന്യം ഉണ്ടായിരിക്കില്ല, രണ്ടിനും ഒരേ പ്രാധാന്യമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ക്ലിയർ ആണല്ലോ? മാതാപിതാക്കൾ, സുഖദുഃഖങ്ങൾ, കൈകാലുകൾ, ഗുരു ശിഷ്യന്മാർ. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ദ്വിഗു സമാസാണ്. ദ്വിഗു സമാസം ഇത് കുറച്ചും കൂടെ പഠിക്കാൻ എളുപ്പമാണ്. പൂർവ്വപദ അല്ലെങ്കിൽ ആദ്യത്തെ പദം എന്തായിരിക്കും? സംഖ്യകളുടെ, അക്കങ്ങളുടെ, നമ്പറുകളായിരിക്കും. ഒരു എണ്ണത്തിനെയാണ് അത് സൂചിപ്പിക്കുക. ഉദാഹരണങ്ങൾ വായിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. സപ്തവർണം, ഷഡ്ഭുജം, വ്യാഴവട്ടം, ത്രികാലം, പഞ്ചലോഹം, പഞ്ചഭൂതം എന്നൊക്കെ പറയുന്നത് എന്താണ്? അക്കങ്ങളെയാണോ സൂചിപ്പിക്കുന്നത്? അല്ലെ? അപ്പൊ ദ്വിഗു സമാസത്തില് എണ്ണത്തെ അല്ലെങ്കിൽ നമ്പറുകളെ, സംഖ്യാനാമങ്ങളെ ആയിരിക്കും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ സപ്തവർണം, സപ്തം എന്ന് പറഞ്ഞാൽ 7 അല്ലെ? ഷഡ്ഭുജം 6, വ്യാഴവട്ടം എത്ര കാലത്തിനാണ് വ്യാഴവട്ടം? 12 വർഷം. ത്രികാലം, സപ്തർഷി എന്ന് നമ്മൾ പറയാറുണ്ട്, അഷ്ടദിക്പാലകർ എന്ന് പറയാറുണ്ട്, പഞ്ചലോഹം, അതേപോലെ പഞ്ചഭൂതം, പഞ്ചേന്ദ്രിയം. ഇതൊക്കെ എന്താണ്? അക്കങ്ങളെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഇതൊക്കെ സംഖ്യാനാമങ്ങളാണ്. അപ്പൊ പൂർവ്വപദ ആദ്യത്തെ വാക്ക് എന്താണ്? നമ്പറുകളല്ലേ? അപ്പൊ എണ്ണത്തെ സൂചിപ്പിച്ചിട്ടാണോ ഒരു സമസ്തപദം ഉണ്ടായിട്ടുള്ളത്? രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ട് വാക്കുകളെ യോജിപ്പിച്ചിട്ടുള്ളത് എണ്ണത്തിനെയാണോ സൂചിപ്പിച്ചിട്ടുള്ളത് ആദ്യത്തെ വാക്കിൽ എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് എന്തായിരിക്കും? ദ്വിഗു സമാസമായിരിക്കും. ക്ലിയർ ആണോ? വ്യാഴവട്ടം, ത്രികാലം, പഞ്ചലോഹം, പഞ്ചഭൂതം ഇതൊക്കെയാണ് ഉദാഹരണം. ഇനി ഒന്നുള്ളത് ബഹുവ്രീഹി സമാസാണ്. ബഹുവ്രീഹി ഇത് പൂർവ്വപദത്തിനും ഉണ്ടാവില്ല പ്രാധാന്യം, ഉത്തരപദത്തിനും പ്രാധാന്യം ഉണ്ടാവില്ല. ഒന്നില് നമ്മൾ ആദ്യം കണ്ടതിൽ പൂർവ്വപദത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു, പിന്നെ ഉത്തരപദത്തിന് ഉണ്ടായിരുന്നു, പിന്നെ രണ്ടിനും ഉണ്ടായിരുന്നു. ഇതില് ബഹുവ്രീഹിയില് രണ്ടിനും പ്രാധാന്യമില്ല. ഇത് പൊതുവെ ആളുകളെ വിശേഷിപ്പിക്കാനൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഒരു ഉദാഹരണം എഴുതിയിട്ടുണ്ട്, ചെന്താമര കണ്ണ്. അപ്പോ ചെന്താമര കണ്ണുകൾ ഉള്ളവൻ എന്നാണ് ചെന്താമര കണ്ണൻ. പക്ഷെ ചെന്താമരയ്ക്ക് ഇതിൽ പ്രാധാന്യമില്ല, കണ്ണിനും ഇല്ല. അതുള്ള ആൾക്കാണ്, ആൾക്ക് കൊടുക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഒരു വിശേഷണമാണ് എന്ത്? ചെന്താമര കണ്ണാണ് അയാളുടെ. അപ്പൊ ഒരു വിശേഷണത്തിനാണ് ഉപമയല്ലേ അത്? ഉപമ പോലെ അല്ലേ? അത് പോലെന്ന് നമ്മൾ പറയില്ലെങ്കിൽ പോലും ഇത് ഒരു വിശേഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഉപമ ശരിക്കും സത്യത്തിൽ അതല്ല, ഒരു പോലെ എന്നുള്ളൊരു വാക്ക് നമ്മൾ ഉപമയിൽ ഉപയോഗിക്കും. സൂര്യനെ പോലെ, ചന്ദ്രനെ പോലെ എന്നൊക്കെ പറയില്ലേ നമ്മള്? സിമിലി, ഇംഗ്ലീഷിൽ നിങ്ങൾ സിമിലി പഠിക്കുന്നത് പോലെ സിമിലിയും ഇംഗ്ലീഷിലെ മെറ്റഫറും പഠിക്കുന്ന വ്യത്യാസമാണ്. മെറ്റഫർ എഴുതുമ്പോൾ എന്തുണ്ടാവില്ല, നമ്മൾ ലൈക്ക്, ആസ് എന്ന് ഉപയോഗിക്കില്ല. അതുപോലെ സിമിലി എഴുതുമ്പോൾ ലൈക്ക് നമ്മൾ ഉപയോഗിക്കും. അത് പോലെ എന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയും. ഇവിടെ ചെന്താമരയുടെ പോലത്തെ അപ്പൊ ഈ മാൻമിഴി ഒക്കെ അങ്ങനെ വരുമോ? വരും. മാൻമിഴി ആൾ എന്നുള്ളതാണ് വരിക. മാൻമിഴി ആൾ അതല്ല, മാൻമിഴി ആ മിഴിയെ ഉപമിക്കല്ലേ? അത് അതായത് ഒരാളെ അവളുടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുമ്പോഴാണ്, അവളുടെ മാൻമിഴികൾ എന്നൊക്കെ പറഞ്ഞ് മുന്നിൽ എഴുതുമ്പോഴാണ് ഇങ്ങനത്തെ വിശേഷണങ്ങൾ ബഹുവ്രീഹി സമാസത്തിലാണ് വരിക. ഓക്കെ. അപ്പൊ പൂമേനി അതിങ്ങനെ വിശേഷണങ്ങളാണ്. അതിന് പൂർവ്വപദമായിട്ടും ഉത്തരപദത്തിനും പ്രാധാന്യമില്ല. പക്ഷെ എന്താണ്, അതൊക്കെ ഒരാളിലേക്ക് ആ ക്വാളിറ്റീസിനെയൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട് ആളുകളെ കുറിച്ചൊക്കെ വിശേഷിപ്പിക്കുമ്പോഴാണ് ഇതിന് ഉപയോഗിക്കുക. സത്യത്തിൽ ഈ വാക്കിന് അല്ല പ്രാധാന്യം, ആ വാക്ക് വെച്ച് ആരെ വിശേഷിപ്പിക്കുന്നു, അയാളുടെ നേർക്കല്ലേ നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? നാമമായിട്ടുള്ള ഒരാൾ വേണം അല്ലേ? അതെ. ഒരു ഉദാഹരണം കണ്ടാൽ നമുക്കറിയാം, സ്ഥിരബുദ്ധി. അപ്പോ സ്ഥിരബുദ്ധി എന്താണ്? സ്ഥിരബുദ്ധിയുള്ള ഒരാളെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ സ്ഥിര എന്നുള്ളതോ ഇതിൽ ബുദ്ധി എന്നുള്ള ഉത്തരപദോ എന്തല്ല, ഇതിന് പ്രാധാന്യമില്ല. അതുള്ള ഒരാള് ഉണ്ടായിരിക്കും. അയാളെ സൂചിപ്പിക്കാൻ ഈ രണ്ട് വാക്കുകളെ യോജിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പങ്കജാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? താമരയുടെ പോലെ കണ്ണുകൾ ഉള്ളവൾ. അങ്ങനെ ഒരാളുണ്ട്. അപ്പൊ അതിലെ ആദ്യത്തെ വാക്കിനോ അക്ഷി എന്നുള്ള രണ്ടാമത്തെ ഉത്തരപദത്തിനോ എന്തില്ല, പ്രാധാന്യമില്ല. ആ ക്വാളിറ്റി ആരെ വിശേഷിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നോ ആ വ്യക്തിക്കാണ് അവിടെ പ്രാധാന്യം ഉണ്ടാവുക. ക്ലിയർ ആണോ?
ഇനി ചോദ്യങ്ങൾ ഞാൻ കുറച്ച് PYQ നോട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്നുകൂടെ പറഞ്ഞിട്ട് മതി എങ്ങനെ ചെയ്യേണ്ടത്. ചോദ്യങ്ങൾ തരികയല്ലേ? ഇതില് അഷ്ടദിക് പാലകരുടെ സമാസം ഏതാന്നാണ് കണ്ടെത്തേണ്ടത്. അഷ്ടദിക് പാലകർ ദിഗു സമാസം എന്ന് പറഞ്ഞാൽ എന്താണ്? 8 അല്ലെ? അപ്പൊ ഒരു എണ്ണത്തെ അല്ലെങ്കിൽ ഒരു അക്കത്തെ സൂചിപ്പിച്ചു. ഒരു സംഖ്യാനാമമാണ് ഇതിലെന്ത്? ആദ്യത്തെ പൂർവ്വപദം എന്ന് പറഞ്ഞത് എന്താണ്? ഒരു സംഖ്യാനാമല്ലേ? അഷ്ടദിക്. അഷ്ട എന്നുള്ളത് ഒരു സംഖ്യാനാമമാണ്, അല്ലെങ്കിൽ ഒരു പൂർവ്വപദം എന്താണ്? സംഖ്യാനാമമാണ്. അതുകൊണ്ട് ദിഗുസമാസമാണ് ഇതിന്റെ ഉത്തരം അല്ലേ? രാമലക്ഷ്മണന്മാർ എന്നുള്ളതല്ല സമാസം. ഏത് സമാസത്തിലാണ്? ഏതായിരുന്നു? പൂർണ്ണമായിട്ട് എന്തുണ്ട്? പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ വരുന്നത്. രാമലക്ഷ്മണന്മാർ പോലെ നമ്മൾ അച്ഛനമ്മമാർ എന്നൊക്കെ ഉദാഹരണം പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പോഴേ രാപ്പകല് വരുവോ? വരും വരുമല്ലേ? ഇനി ഇത് നമ്മൾ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. അയാൾ സസ്നേഹം ചിരിച്ചു. ഈ സസ്നേഹത്തിന്റെ സമാസം എന്തായിരുന്നു? ഇതിന്റെ മുന്നിൽ എഴുതുന്ന അക്ഷരം നോക്കിയാൽ മതി, എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. സദയം. അതെ, അവ്യയീഭാവം. സദയം, സസ്നേഹം എന്നൊക്കെ പറയുന്ന പോലെ. അതേപോലെ നിർ എന്ന് വരുന്നത്, ദുർ എന്ന് വരുന്നതൊക്കെ ഏതാണ്? അവ്യയീഭാവ സമാസത്തിന്റെ ഉദാഹരണമാണ്. ക്ലിയർ ആണോ? സംസ്കൃതത്തിൽ അതിന്റെ മുന്നിലുണ്ടായിരിക്കും. ഇനി ദിഗ്ഗു സമാസത്തിന്റെ ഒരു ഉദാഹരണമാണ് ചോദിക്കുന്നത്. ദിഗ്ഗു സമാസത്തിന്റെ ഒരു ഉദാഹരണം. സ്ക്രീൻ പോയ ഒരു മിനിറ്റ്. പ്രഥമധർമ്മം. അതായത് കറക്റ്റ് ആയിട്ട് അതിലൊരു അക്കം. പ്രഥമം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതിലും എന്തുണ്ട്? ഒരു സംഖ്യാനാമത്തെ അതിന്റെ ആദ്യം തന്നെ സൂചിപ്പിച്ചു, അല്ലെങ്കിൽ പൂർവ്വപദത്തിൽ തന്നെ സൂചിപ്പിച്ചു. അതുകൊണ്ട് അത് ഏതിലാണ് വരുന്നത്? ദിഗു സമാസം. ക്ലിയർ ആണോ? നമ്മൾ ചോദിച്ച ഉദാഹരണം സുഖദുഃഖം ഏതിലാണ് വരുന്നത്? സുഖദുഃഖം ദ്വന്ദ്വ സമാസത്തിലാണ് വരുന്നത്. ഇനി ദ്വന്ദ്വ സമാസം അല്ലാത്തൊരു ഓപ്ഷൻ ഇതിലുണ്ട്. ദ്വന്ദ്വ സമാസം അല്ലാത്തൊരു ഓപ്ഷൻ പഞ്ചതന്ത്രം എന്ന് പറഞ്ഞാൽ 5. അതുകൊണ്ട് തന്നെ എന്താണ്? ഒരക്കത്തെ സൂചിപ്പിച്ചു. അപ്പൊ അത് ദ്വിഗുലാണ് വരുന്നത്. മാതാപിതാക്കൾ എന്നുള്ളത് ദ്വന്ദ്വത്തിലാണ്. അതേപോലെ രാപ്പകൽ, കൈകാലുകൾ എന്നൊക്കെ പറയുന്നത് ഏതിനാണ് വരുന്നത്? ദ്വന്ദ്വ സമാസാണ്. പൂർണ്ണമായിട്ടും എന്തുണ്ടാവും അവിടെ? പൂർവ്വപദത്തിനും പ്രാധാന്യമുണ്ട്, ഉത്തരപദത്തിനും പ്രാധാന്യമുണ്ട്. ക്ലിയർ അല്ലേ? ഇനി സസ്നേഹം എന്നുള്ളതിന്റെ സമാസം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവ്യയീഭാവം. അവ്യയീഭാവം തന്നെയാണ് വരുന്നത്. ഇതിലെ ചെന്താമര കണ്ണനിൽ ഏതായിരുന്നു? ക്ലിയർ ആയില്ല? പൂർവ്വപദത്തിനും പ്രാധാന്യം ഉണ്ടാവില്ല, ഉത്തരപദത്തിനും പ്രാധാന്യം ഉണ്ടാവില്ല. എന്തിനാണ് ഉണ്ടാവുക? ഒരാളെ വിശേഷിപ്പിക്കാനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണാറുള്ളത്. ക്ലിയർ അല്ലേ? നമുക്ക് എടുത്തത് ഒന്നും കൂടെ തുടക്കം മുതൽ പറഞ്ഞിട്ട് നിർത്താം. ചോദ്യങ്ങൾ ക്ലിയർ അല്ലേ? ഒന്നിലധികം പദങ്ങൾ ചേർന്നുണ്ടാവുന്ന പുതിയ പദം രൂപപ്പെടുന്ന പ്രക്രിയയാണ് സമാസം എന്ന് പറഞ്ഞു. അങ്ങനെ രൂപപ്പെടുന്ന ആ ഒറ്റ വാക്കിനെ നമുക്ക് സമസ്ത പദം എന്ന് വിളിക്കാം. സമസ്ത പദത്തിന്റെ 2 പോർഷൻ വേറെ വേറെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ഭാഗം പൂർവ്വപദം, രണ്ടാമത്തേത് ഉത്തരപദം. ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞക്കിളി. മഞ്ഞ എന്നുള്ളത് ഈ പോർഷൻ ഇതിന്റെ പൂർവ്വം, ഇതിന്റെ ഉത്തരഭാഗം അല്ലെങ്കിൽ ഉത്തരപദം അല്ലേ? ഉദാഹരണം രാജപുത്രി. നമ്മൾ എഴുതിയ ഉദാഹരണങ്ങളൊക്കെ എന്താണ്? പല സമാസങ്ങളിലും പെട്ട ഇതിന് ഉദാഹരണങ്ങളാണ് അല്ലെ? ഇത് പലതും എന്താണ്? പല സമാസങ്ങളിലാണ് പെട്ടിട്ടുള്ളത്. ക്ലിയർ അല്ലേ? നീലത്താമര, ആനത്തല, കിളിപ്പാട്ട്, രാമലക്ഷ്മണന്മാർ, അച്ഛനമ്മമാർ എന്നൊക്കെ പറയുന്നത്
എന്തിന് ഉദാഹരണങ്ങളാണ്? ഇങ്ങനെ ഒന്നിലധികം പദങ്ങൾ ചേർന്ന് യോജിപ്പിച്ചുണ്ടാവുന്ന സമാസങ്ങളുടെ ഉദാഹരണങ്ങളാണ് അല്ലേ? അതെ. അവ്യഭാവ സമാസത്തില് പൂർവ്വപദം എന്തായിരിക്കും? സംസ്കൃത വാക്കായിരിക്കും. അല്ലെങ്കിൽ ആദ്യ പദം, പൂർവ്വപദം എന്നാല് ആദ്യ പദം തന്നെ, അത് സംസ്കൃതമായിരിക്കും. ഈ സമാസത്തിൽ ഒന്നാമത്തേതാണ് അവ്യഭാവ സമാസം. രണ്ടാമത്തെ അതില് നമ്മൾ ഉദാഹരണങ്ങൾ യഥാവിധി, യഥേഷ്ടം, തഥ എന്ന് വരുന്ന വാക്കുകൾ. യഥാ, തഥ, നിർ, ദുർ, അനു, നിരർത്ഥകം, ദുർവിധി, സസ്നേഹം, സദയം, പ്രതിദിനം. അപ്പൊ ആദ്യത്തെ വാക്ക് എന്തായിരിക്കും? സംസ്കൃതത്തിൽ നിന്നെടുത്തിട്ടുള്ള വാക്കായിരിക്കും. സ എന്ന് വെച്ച് തുടങ്ങുന്ന ഒരുവിധം വാക്കുകളൊക്കെ അവ്യഭാവത്തിലാണ് പൊതുവെ വരാറ്. സസ്നേഹം, സദയം എന്നൊക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതേപോലെ ദുർവിധി, നിരർത്ഥകം, അനു, പ്രതി എന്നൊക്കെ വാക്കുകളൊക്കെ അതിലാണ് പെടുന്നത്. പിന്നെ അവ്യഭാവം ചില സന്ദർഭങ്ങളിൽ ക്രിയാവിശേഷണമാവും. ക്രിയാവിശേഷണം എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ അയാളുടെ ക്രിയ, അതിനെ വിശേഷിപ്പിക്കുക. എങ്ങനെ ചെയ്തു എന്ന്. സസ്നേഹം, സംസാരിച്ചു. നിരർത്ഥകമായി നിന്നു, നിരർത്ഥകമായി പ്രതികരിച്ചു എന്നൊക്കെ പറയുന്നത് ആ ക്രിയ എങ്ങനെ ചെയ്തു എന്ന് പറയുന്ന അതും എന്താണ്? അവ്യഭാവത്തിൽ പെടാറുണ്ട്. ക്ലിയർ ആണോ? തൽപുരുഷ സമാസത്തിൽ പറഞ്ഞു. തൽപുരുഷ ഉത്തരപദത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു. അതിൽ പലതരത്തിൽ നമ്മൾ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതില് ആദ്യത്തേത് നിർദ്ദേശിക തത്പുരുഷം. സുവതി എന്ന ദേവി എന്നൊക്കെ പറയുന്ന അതാണ്. ഏതിലാണ്? തത്പുരുഷ സമാസത്തിലെ നിർദ്ദേശിക തത്പുരുഷം. ഓട്, ദേശത്തോടുള്ള സ്നേഹം, ഭാഷയോടുള്ള സ്നേഹം, ആഹാരത്തോടുള്ള കൊതി എന്നൊക്കെ പറയുന്ന ഓട് എന്ന് വരുന്നത് ഇതിലാണ് വരുന്നത്. തത്പുരുഷം. ക്ലിയർ ആണോ? ഗുരുവിന് ദക്ഷിണ, എലിക്ക് വിഷം, മനസ്സിന് ശാന്തി. ക്ലിയർ ആണോ? ഉദ്ദേശിക തത്പുരുഷം. ഏതിലാണ്? ഉദ്ദേശിക തത്പുരുഷം. ഇതൊക്കെ തത്പുരുഷ സമാസത്തിലെ വീണ്ടും വരുന്ന തരംതിരിവുകളാണ്. പിന്നെ ആൽ കൊണ്ട്, പ്രകാശത്താൽ പൂർണ്ണം, ഇരുമ്പ് കൊണ്ടുള്ള പെട്ടി, നെയ്യാൽ അഭിഷേകം, മൺകലം, മണ്ണുകൊണ്ടുള്ള കലം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇതിൽ വരുന്ന രണ്ട് പ്രത്യയങ്ങൾ. ആൽ കൊണ്ട് പ്രയോജിക തത്പുരുഷൻ എന്നാണ് ഇതിന് പറയുന്നത്. പ്രയോജിക തത്പുരുഷൻ. പ്രകാശത്താൽ, ഇരുമ്പ് കൊണ്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ സംബന്ധിക തത്പുരുഷനിലെ ന്റെ ഉടെ, ആനത്തല, ഗുരു. ഇപ്പൊ ആനയുടെ തല ഇവിടെ ഇതാവുമ്പോ ഗുരു കടാക്ഷം എന്നാവുമ്പോ ഗുരുവിന്റെ കടാക്ഷം. രാമപത്നി, രാമന്റെ പാട്ട് അല്ലെ? പിന്നെ അമ്മ വീട്, അമ്മയുടെ വീട് എന്നൊക്കെ പറയുന്നത് സംബന്ധിക തൽപുരുഷൻ. ക്ലിയർ അല്ലേ? നീക്കൽ എന്ന് പറയുന്നത് ആധാരിക തത്പുരുഷൻ. തലയിൽ വേദന, ഈശ്വരനിൽ വിശ്വാസം, ദൈവ വിശ്വാസം എന്നൊക്കെ പറയുന്നത്, ദൈവത്തിൽ വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഇൽക്കൽ. ഇത് ആധാരിക തത്പുരുഷൻ. തത്പുരുഷൻ നിർദ്ദേശിക ഉണ്ട്, സംബന്ധിക ഉണ്ട്. നിർദ്ദേശിക, സംബന്ധിക, പ്രയോജിക ഇതൊക്കെയാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? പിന്നെ ദ്വന്ദ്വം പഠിക്കാൻ വളരെ എളുപ്പമാണ്. പൂർവ്വപദം ഉത്തരപദം ഉണ്ടാവും. രണ്ട് പദങ്ങള്, രണ്ടിനും തുല്യ പ്രാധാന്യം. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ രണ്ട്. ക്ലിയർ ആണോ? മാതാപിതാക്കൾ, മാതാവിനും പിതാവിനും പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള വാക്കാണ് മാതാപിതാക്കൾ. അതേപോലെ സുഖദുഃഖങ്ങൾ, കൈകാലുകൾ, ഗുരു ശിഷ്യന്മാർ, രാമലക്ഷ്മണന്മാർ. രണ്ട് വാക്കുകൾ ഉണ്ടാവും. ഒന്നിന് മാത്രമായിരിക്കില്ല പ്രാധാന്യം, രണ്ടിനും എന്താണ് ഈക്വൽ ആയിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കും. ദ്വന്ദ്വ സമാസം. ഇനി ദ്വിഗു സമാസം. ഇതും എന്താണ്? അക്കങ്ങൾ, പൂർവ്വപദം, ആദ്യത്തെ വാക്ക് സമസ്ത പദത്തിലെ അല്ലെങ്കിൽ സമാസത്തിലൂടെ രൂപപ്പെടുന്ന മുഴുവനായിട്ടുള്ള സമസ്ത പദത്തിലെ ആദ്യത്തെ വാക്ക് പൂർവ്വപദം ഏതായിരിക്കും? ഒരു എന്തിനെയാണ് സൂചിപ്പിക്കുക? സംഖ്യയെ. അത് ഏത് രീതിയിലും സപ്തവർണം, ഷഡ്ഭുജം, വ്യാഴവട്ടം, ത്രികാലം, പഞ്ചലോഹം. പിന്നെ എക്സാമ്പിളുകൾ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞേ? പഞ്ചഭുജമാവാം. പിന്നെ അഷ്ടദിക്പാലകർ, നവരസം. നവരസം എന്ന് പറഞ്ഞൂടെ?
പറയാം. എന്ന് പറഞ്ഞാൽ 9 അല്ലെ? നവരസം, ഷഡ്ഭുജം, സപ്തവർണം, സപ്തർഷികൾ എന്നൊക്കെ പറയുന്നത് ഈ ദിഗു സമാസത്തിന് ഉദാഹരണമാണ്. ഈ ബഹുവ്രീഹി സമാസമാണ്. ഇതിന് പൂർവ്വപദം ഉണ്ടാവും, ഉത്തരപദം ഉണ്ടാവും. പക്ഷെ രണ്ടിനും എന്തുണ്ടാവില്ല? പ്രാധാന്യം ഉണ്ടാവില്ല. വിശേഷണങ്ങളിലാണ് ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുക. നമ്മൾ പറഞ്ഞ പോലെ ഉപമകളുടെ ഒക്കെ പോലെ തോന്നുമെങ്കിൽ പോലും ഒരാളുടെ ഒരു വിശേഷണം കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക. സ്ഥിര ബുദ്ധി, പങ്കജാക്ഷി, ചെന്താമരക്കണ്ണനൊക്കെയാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞത്. ക്ലിയർ ആണോ സമാസം? ഇതുവരെ പറഞ്ഞതും ചോദ്യങ്ങളും ക്ലിയർ ആണ്. ഇത് കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതില് കൂടുതലായിട്ട് ചോദിച്ചു കാണാറുള്ള ദ്വിഗു സമാസവും പിന്നെ ദ്വന്ദ്വ സമാസം, അതേപോലെ നമ്മൾ സംസ്കൃതം ചേർന്ന് വരുന്ന അവ്യയീഭാവം, ഇതെന്നൊക്കെയാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരാറുള്ളത്. സദയം, സസ്നേഹം, നിർദോഷം, ദുർവിധി എന്നൊക്കെ പറയുന്ന പോലെ അവ്യയീഭാവത്തിൽ വരുന്നത്. ക്ലിയർ അല്ലേ ഇതുവരെ എടുത്തത്? എന്നാ ക്ലാസ് അവസാനിപ്പിച്ചൂടെ? സംശയം എന്തെങ്കിലും ഉണ്ടോ? എന്താ പ്രസന്റേഷൻ ഷെയർ ചെയ്യാവോ അത് ഗ്രൂപ്പില്? എങ്ങനെയാ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ എങ്ങനെയാ ചെയ്യണ്ടേ? ടെലഗ്രാമിലായാലും കുഴപ്പമില്ല, വാട്സപ്പിലായാലും കുഴപ്പമില്ല. PDF ആയിട്ടോ അല്ലെങ്കിൽ PPT ആയിട്ടോ. ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.